1995 ഫെബ്രുവരി 25 മധ്യപ്രദേശിലെ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു കത്തോലിക്ക സന്യാസിയെ ഒരാൾ 50-ലധികം തവണ കുത്തി കൊലപ്പെടുത്തി. എന്നാൽ ഈ കഥ ഒരു കൊലപാതകത്തിൻ്റെ കഥ മാത്രമല്ല, ഈ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും കഥയാണ്. ഇതാണ് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതകഥ. സിസ്റ്റർ റാണി മരിയയുടെ യഥാർത്ഥ പേര് മറിയം വട്ടാലിൽ എന്നായിരുന്നു. 1954 ജനുവരി 29 കേരളത്തിലെ പുല്ലുവഴി എന്ന ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്. ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനോഭാവം അവർക്കുണ്ടായിരുന്നു. ദൈവവിളി സ്വീകരിച്ച അവർ പിന്നീട് ഫ്രാൻസിസ്കാൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ എന്ന സന്യാസി സഭയിൽ ചേർന്നു. അവിടെ അവർക്ക് റാണി മരിയ എന്ന പേര് ലഭിച്ചു. സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് സേവനം അനുഷ്ഠിച്ചത്. അവിടെയുള്ള ദരിദ്രർക്കും ആദിവാസികൾക്കും വേണ്ടി അവർ പ്രവർത്തിച്ചു. വിദ്യാഭ്യാസം, ആരോഗ്യം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിൽ അവർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. പലർക്കും ബാങ്ക് വായ്പകൾ ലഭിക്കാനും സ്വയം തൊഴിൽ ആരംഭിക്കാനും അവർ സഹായിച്ചു. ഇതിലൂടെ നിരവധി കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ ചില ശക്തരായ ആളുകളുടെ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു. 1995 ഫെബ്രുവരി 25 സിസ്റ്റർ റാണി മരിയ അവധിക്കായി കേരളത്തിലേക്ക് വരികയായിരുന്നു. യാത്രക്കിടെ മധ്യപ്രദേശിലെ ഒരു ബസ്സിൽ വെച്ച് സമന്ദർ സിംഗ് എന്ന യുവാവ് അവരെ ആക്രമിച്ചു. നിരവധി തവണ കുത്തേറ്റ സിസ്റ്റർ റാണി മരിയ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഈ സംഭവം ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചു. ഒരു സന്യാസിയെ ഇത്രയും ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം രാജ്യവ്യാപകമായി വാർത്തയായി. കൊലപാതകത്തിന് ശേഷം സമന്ദർ സിംഗിന് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു. എന്നാൽ പിന്നീട് സംഭവിച്ചത് ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തി. സിസ്റ്റർ റാണി മരിയയുടെ കുടുംബാംഗങ്ങൾ പ്രതികാരമല്ല, ക്ഷമയാണ് തിരഞ്ഞെടുത്തത്. അവരുടെ സഹോദരി ജയിലിൽ പോയി സമന്ദർ സിംഗിനെ സന്ദർശിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. പിന്നീട് സിസ്റ്ററുടെ കുടുംബവും സമന്ദർ സിംഗും തമ്മിൽ സൗഹൃദബന്ധം രൂപപ്പെട്ടു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതവും സേവനവും സഭ പരിശോധിച്ചു. 2017 പോപ്പ് ഫ്രാൻസിസ് അവരെ ധന്യ പദവിയിലേക്ക് ഉയർത്തി. ഇത് കത്തോലിക്ക സഭയിലെ വിശുദ്ധ പദവിയിലേക്കുള്ള പ്രധാന ഘട്ടമാണ്. ഇന്ന് സിസ്റ്റർ റാണി മരിയ അനേകർക്ക് പ്രചോദനമാണ്. ഒരു മനുഷ്യനെ കൊലപ്പെടുത്താം, പക്ഷേ അവൻ ജീവിച്ച മൂല്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹവും സേവനവും ക്ഷമയും മനുഷ്യനെ അമരനാക്കുമെന്നാണ്. ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റ് ചെയ്യൂ, വീഡിയോ ലൈക്ക് ചെയ്യൂ. കൂടുതൽ ചരിത്ര ക്രൈം കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.